നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം തിരുവാതുക്കലിലെ ഇരട്ട കൊലപാതകം പ്രതി അമിത് ഉറാങ്ങിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. കേസ് തിങ്കളാഴ്ച പരിഗണിക്കും. പൊൻകുന്നം സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ട് 2 ആഴ്ച. സെപ്റ്റിക് ടാങ്ക് അറ്റകുറ്റപ്പണിക്കായുള്ള മണ്ണെടുപ്പ് പാതി വഴിയിൽ. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ കടുത്ത ദുരിതത്തിൽ. പുതുപ്പള്ളി പള്ളിയിൽ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് ഈ മാസം 28-ന് കൊടിയേറും. മെയ് 5, 6, 7 തീയതികളിൽ പ്രധാന തിരുനാൾ. 6-ന് പൊന്നിൻ കുരിശ് സ്ഥാപിക്കും. 7-ാം തീയതി ചരിത്രപ്രസിദ്ധമായ റാസ. എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തിരക്കേറുന്നു. ആകർഷിച്ച സപ്ലൈകോയുടെ സ്റ്റാൾ. മൺപാത്ര നിർമ്മാണവും ഹിറ്റ്. വാർത്തകൾ വിശദമായി. കോട്ടയം തിരുവാതുക്കലിൽ ദമ്പതിമാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമിത് ഉറാങ്ങിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. കേസ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. കോട്ടയം തിരുവാതുക്കലിൽ വ്യവസായി വിജയകുമാറും ഭാര്യ മീരയും കൊല്ലപ്പെട്ട കേസിലെ പ്രതി അസം പീത്താഗുഡി സ്വദേശി അമിത് ഉറാങ്ങിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. കോട്ടയം മജിസ്ട്രേറ്റ് കോടതി കേസ് തിങ്കളാഴ്ച പരിഗണിക്കും. സംഭവ ദിവസവും അതിനു മുൻപും അമിത് ഉറാങ് സഞ്ചരിച്ച സ്ഥലങ്ങളും ബന്ധം പുലർത്തിയവരെയും കണ്ടെത്താൻ കൂടുതൽ ചോദ്യം ചെയ്യണം. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. അതേസമയം പ്രതി അമിത്തിന്റെ പെൺസുഹൃത്തുമായി പോലീസ് ആശയവിനിമയം നടത്തി. ഇവർ ഇപ്പോൾ അസമിലാണ്. 8-ാം മാസം കുഞ്ഞ് നഷ്ടപ്പെട്ടതും യഥാസമയം ചികിത്സ നൽകാൻ കഴിയാതിരുന്നതും അമിതിനെ വല്ലാത്ത മാനസികാവസ്ഥയിൽ എത്തിച്ചിരുന്നതായി യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മാള പോലീസ് കസ്റ്റഡിയിലെടുത്ത അമിതിന്റെ സഹോദരൻ ഗുണ്ടുവിന് സംഭവവുമായി ബന്ധമില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയിട്ട് 12 ദിവസങ്ങൾ. സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞതിനെ തുടർന്നാണ് കംഫർട്ട് സ്റ്റേഷൻ അടച്ചത്. ടാങ്കിന്റെ തകരാർ പരിഹരിക്കാൻ ഒരു വശത്ത് മണ്ണെടുത്ത് മാറ്റിയെങ്കിലും ബാക്കി പണികൾ മുടങ്ങിക്കിടക്കുകയാണ്. പൊൻകുന്നം സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയിട്ട് 2 ആഴ്ചയോളമായി. സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ യാതൊരു സൗകര്യവുമില്ല. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലയിലാണ് സ്വകാര്യ ബസ് സ്റ്റാൻഡ്. സർക്കാരിന്റെ വഴിയിടം പദ്ധതി നടപ്പാക്കിയപ്പോഴും പുതിയത് നിർമ്മിക്കാതെ പഴയ കംഫർട്ട് സ്റ്റേഷൻ ലക്ഷങ്ങൾ മുടക്കി നവീകരിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ സെപ്റ്റിക് ടാങ്കിന്റെ തകരാർ മൂലം പലതവണ കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടുണ്ട്. ഇത്തവണയും സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊലിച്ച് സ്റ്റാൻഡിലും മലിനജലം ഒഴുകിയതോടെയാണ് കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയത്. എന്നാൽ ടാങ്കിന്റെ തകരാർ പരിഹരിക്കാൻ ഏതാനും ദിവസം മുമ്പ് ടാങ്കിന്റെ ഒരു വശത്തെ മണ്ണെടുത്ത് മാറ്റിയെങ്കിലും ബാക്കി പണികൾ മുടങ്ങിക്കിടക്കുകയാണ്. ദിവസവും നൂറുകണക്കിന് യാത്രക്കാർ വന്നു പോകുന്ന പൊൻകുന്നം സ്റ്റാൻഡിൽ കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം നിലച്ചതോടെ യാത്രക്കാർ വളരെയേറെ ദുരിതത്തിലായി. പൊൻകുന്നം ടൗണിൽ വേറെ പൊതുശുചിമുറിയില്ല. സ്ത്രീ യാത്രികരാണ് ഏറെ പ്രയാസപ്പെടുന്നത്. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഈ മാസം 28-ന് കൊടിയേറും. മെയ് 5, 6, 7 തീയതികളിലാണ് പ്രധാന തിരുനാൾ. 6-ാം തീയതി പകൽ 11 മണിക്ക് പൊന്നിൻ കുരിശ് വിശുദ്ധ മദ്ബഹയിൽ സ്ഥാപിക്കും. 7-ാം തീയതിയാണ് വലിയ പെരുന്നാൾ. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞാണ് ചരിത്രപ്രസിദ്ധമായ പ്രദക്ഷിണം. പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിന് ഏപ്രിൽ 28-ന് കൊടിയേറും. 2 കൊടിമരങ്ങൾ പുതുപ്പള്ളി പെരുന്നാളിന്റെ സവിശേഷതയാണ്. പുതുപ്പള്ളി പള്ളിയിലിടുന്ന കൊടിമരങ്ങൾ വിശുദ്ധ ഗീവർഗീസ് സഹദായെയും വിശുദ്ധ ബെഹനാൻ സഹദായെയും പ്രതിനിധീകരിക്കുന്നു. പുതുപ്പള്ളി എറികാട് കരക്കാർ ഓരോ കമുക് താളമേളങ്ങളുടെയും വള്ളപ്പാട്ടുകളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായി കൊണ്ടുവന്ന് പള്ളിയുടെ മുന്നിൽ നാട്ടിയാണ് കൊടിയേറ്റുന്നത്. അന്നേ ദിവസം വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന കൊടിയേറ്റിന് വികാരി ഫാദർ വർഗീസ് കാർമ്മികത്വം വഹിക്കും. പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പുതുപ്പള്ളി കൺവെൻഷൻ മെയ് 1, 2, 3 തീയതികളിൽ നടക്കും. മെയ് 4 ഞായറാഴ്ച ഡോക്ടർ യൂഹന്നാൻ മാർ ദിയസ്കോറസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ശേഷം 11 മണിക്ക് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം നടക്കും. 4-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30-ക്കാണ് വെച്ചൂട്ടിനുള്ള ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നത്. മെയ് 5, 6, 7 തീയതികളിലാണ് പ്രധാന തിരുനാൾ. മെയ് 6-ാം തീയതി ഡോക്ടർ എബ്രഹാം മാർ സ്റ്റെഫാനോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ അഞ്ചിന്മേൽ കുർബാനയ്ക്ക് ശേഷം 11 മണിയോടുകൂടി പൊന്നിൻ കുരിശ് വിശുദ്ധ മദ്ബഹായിൽ സ്ഥാപിക്കും. ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ് വിറകടിയിൽ ഘോഷയാത്ര. 4:30-ക്ക് പന്തിരുനാഴി ആഘോഷപൂർവ്വം പുറത്തെടുക്കും. 5:30-ക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവയുടെ പ്രധാന കാർമ്മികത്വത്തിലും യൂഹന്നാൻ മോർ ദിയസ്കോറസ് മെത്രാപ്പൊലീത്തയുടെ പ്രധാന കാർമ്മികത്വത്തിലും സന്ധ്യാ നമസ്കാരവും തുടർന്ന് നിലയ്ക്കൽ പള്ളി പുതുപ്പള്ളി കവല ചുറ്റിയുള്ള പ്രദക്ഷിണവും നടക്കും. മെയ് 4-ാം തീയതി ഞായറാഴ്ച രാവിലെ കോട്ടയം ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ യൂഹന്നാൻ മാർ ദിയസ്കോറസ് തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നിർവഹിക്കപ്പെടും. അതിനുശേഷം
11:30 മണിക്കാണ് സാംസ്കാരിക സമ്മേളനം നിർവഹിക്കപ്പെടുന്നത്. 11:30 മണി സാംസ്കാരിക സമ്മേളനം സമാരംഭിക്കുമ്പോൾ പ്രധാന അതിഥിയായി ഈ വർഷം കടന്നു വരുന്നത് മഹാരാഷ്ട്ര ഗവർണർ ബഹുമാനപ്പെട്ട CP രാധാകൃഷ്ണൻ സാറാണ്. മഹാരാഷ്ട്ര ഗവർണർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് റബ്ബർ ബോർഡിന്റെ ചെയർമാനായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. നല്ല എഴുത്തുകാരനാണ്. സാംസ്കാരിക മേഖലകളിൽ ശ്രദ്ധിക്കപ്പെടുന്നയാളാണ്. അതോടൊപ്പം തന്നെ പ്രധാന സന്ദേശം നൽകുന്നത് കേരളത്തിന്റെ സഹകരണ രജിസ്ട്രേഷൻ മന്ത്രി ആദരണീയനായ VN വാസവൻ സാറാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ MP ഫ്രാൻസിസ് ജോർജ്, MLA ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പുതുപ്പള്ളി പള്ളി ഇടവകാംഗവും പുതുപ്പള്ളി നിയോജക മണ്ഡലം MLA ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ. വലിയ പെരുന്നാൾ ദിനമായ മെയ് 7-ന് വെളുപ്പിന് 1 മണിക്കാണ് വെച്ചൂട്ട് നേർച്ചയ്ക്കുള്ള അരിയിടൽ കർമ്മം. രാവിലെ 5 മണിക്കും 8 മണിക്കും 2 വിശുദ്ധ കുർബാനകൾ അന്നേ ദിവസം ഉണ്ടാവും. രണ്ടാമത്തേത് പൗരസ്ത്യ കൗത്തോലിക്കയും മലങ്കര മെത്രാപ്പൊലീത്തയുമായ മോറാൻ മോർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ 9 കുർബാനയാണ്. തുടർന്നാണ് വെച്ചൂട്ട് നേർച്ച സദ്യ. 4 മണിക്ക് അപ്പവും പാകപ്പെടുത്തിയ കോഴിയിറച്ചിയും നേർച്ചയായി ഭക്തർക്ക് നൽകും. അതോടെ പെരുന്നാൾ ചടങ്ങുകൾ സമാപിക്കുമെങ്കിലും മെയ് 27-ാം തീയതി കൊടിയിറങ്ങുന്നതുവരെ പള്ളിയിൽ ഗീവർഗീസ് സഹദായുടെ സാന്നിധ്യാനുസ്മരണ ദിനങ്ങളായി ആചരിക്കും. വിശുദ്ധ കുർബാനയും പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയും ഈ ദിവസങ്ങളിൽ ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. എന്റെ കേരളം പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് സപ്ലൈകോ ഒരുക്കിയ സ്റ്റാളിൽ വൻ തിരക്ക്. 13 ഇനം സാധനങ്ങൾ ഇവിടെ സബ്സിഡിയായി ലഭിക്കും. എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഹിറ്റായി സപ്ലൈകോ സ്റ്റാൾ. 13ഓളം സാധനങ്ങളാണ് വിലക്കുറവിൽ ഇവിടെ ലഭിക്കുന്നത്. FMCG ഉൽപ്പന്നങ്ങൾക്കും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വൻ വിലക്കിഴിവും ആകർഷകമായ ഓഫറുകളുമാണ് ഇവിടെയുള്ളത്. മേള സന്ദർശിക്കാൻ എത്തുന്നവർക്കായി ഒരു മിനി സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് സപ്ലൈകോ ഒരുക്കിയിരിക്കുന്നത്. ഓരോ ഉൽപ്പന്നത്തിനും 15% വിലക്കുറവാണുള്ളത്. ഗരം മസാല, നെയ്യ്, റവ, സോപ്പുകൾ, ചിക്കൻ മസാല, വെളിച്ചെണ്ണ എന്നിവ ഇവിടെ നിന്ന് ലഭിക്കും. മേള തുടങ്ങി ആദ്യ ദിവസം പിന്നിടുമ്പോൾ തന്നെ സപ്ലൈകോ സ്റ്റാളിൽ വൻ തിരക്കാണ്. മേള കാണാനും ആസ്വദിക്കാനും എത്തുന്നവർക്ക് തിരികെ കൈനിറയ സാധനങ്ങളുമായി മടങ്ങാനുള്ള അവസരമാണ് സപ്ലൈകോ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കളിമൺ പാത്ര നിർമ്മാണം നേരിട്ട് കണ്ടറിയുന്നതിന് അവസരം ഒരുക്കി എന്റെ കേരളം പ്രദർശന വിപണന മേള. ഏത് കളിമൺ പാത്രവും നിമിഷ നേരം കൊണ്ട് രൂപകൽപ്പന ചെയ്യാൻ കഴിവുള്ള വൈക്കം സ്വദേശി രാജേഷാണ് ഈ പവലിയനിൽ ഉള്ളത്. കോട്ടയം നാഗമ്പടത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ശ്രദ്ധ നേടുകയാണ് ടൂറിസം വകുപ്പിന്റെ പവലിയൻ. കളിമൺ പാത്ര നിർമ്മാണം നേരിട്ട് കണ്ടറിയുന്നതിനൊപ്പം സ്വയം നിർമ്മിച്ചു നോക്കുന്നതിനും ഇവിടെ അവസരമുണ്ട്. വൈക്കം സ്വദേശി രാജേഷാണ് കളിമൺ പാത്രം നിർമ്മിക്കുന്നത്. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായാണ് കളിമൺ പാത്ര നിർമ്മാണം. ഏത് കളിമൺ പാത്രവും നിമിഷ നേരത്തിനുള്ളിൽ രൂപകൽപ്പന ചെയ്യുന്നതിന് രാജേഷിന് കഴിയും. കളിമൺ പാത്ര നിർമ്മാണം കുലത്തൊഴിലാണെന്ന് രാജേഷ് പറയുന്നു. അന്യം നിന്നു പോകുന്ന ഈ തൊഴിൽ എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. കളിമൺ പാത്രങ്ങൾക്ക് ഇപ്പോൾ നിറയെ ആവശ്യക്കാരുണ്ടെന്നും ജീവിക്കുന്നതിനുള്ള വരുമാനം ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്നും രാജേഷ് പറയുന്നു. നമ്മളിത് ഇപ്പം ഇത് പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നറിയാം. ഇത് തന്നെ കുലത്തൊഴിലാണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ഇത് ഉണ്ടാക്കി സെയിലുണ്ട് ചെയ്ത് ഉണ്ടാക്കി കൊടുത്ത് സെയിൽ ചെയ്യുന്നു. ഇപ്പൊ കുഴപ്പമില്ല. നേരത്തെ റേറ്റ് കുറവായിരുന്നു. ഇപ്പൊ നമുക്ക് ജീവിക്കാനുള്ള കിട്ടുന്നുണ്ട്. ഇപ്പൊ ന്യായമായിട്ട് സെയിലുണ്ട്. കാരണം അലുമിനിയം സ്റ്റീലൊക്കെ ആൾക്കാർ ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ നേരത്തെ ഈ മൺപാത്രത്തിലേക്ക് വരുവാണല്ലോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇപ്പൊ കുറച്ച് സെയിലുണ്ട്. അതൊക്കെല്ലാം പഴയ പോലെ അല്ല, ഇപ്പൊ മാർക്കറ്റുണ്ട്. വടയാറിൽ നിന്നാണ് കളിമണ്ണ് ശേഖരിക്കുന്നത്. മണ്ണ് ചവിട്ടിക്കുഴിച്ച് പരുവമാക്കിയെടുത്താണ് പാത്രം നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നത്. കളിമൺ പാത്രം നിർമ്മിക്കുന്നത് നേരിട്ട് കാണുന്നതിനൊപ്പം സ്വയം നിർമ്മിച്ചു നോക്കുന്നതിനും ലഭിക്കുന്ന അവസരത്തെ ഏറെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് കാഴ്ചക്കാർ. കാണാൻ വന്നപ്പോഴാണ് ഇതുപോലെ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് കണ്ടത്. ചേട്ടൻ നല്ലതായിട്ട് പറഞ്ഞു തന്നത് ചെയ്യുന്നതൊക്കെ. ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. എല്ലാവരും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതൊന്ന് പ്രദർശനമേള കാണാൻ വരണം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചങ്ങനാശ്ശേരിയിൽ 4.5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി. അസം സ്വദേശി അസിം കാങ്മേയാണ് അറസ്റ്റിലായത്. ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് ടീമും ചങ്ങനാശ്ശേരി പോലീസും സംയുക്തമായാണ് ഇയാളെ പിടിച്ചത്. 1 മാസം മുൻപ് കഞ്ചാവ് കേസിൽ എക്സൈസ് അറസ്റ്റ് ചെയ്ത പ്രതി കഴിഞ്ഞയാഴ്ചയാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്.
ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം കമ്മിറ്റി ആദരമർപ്പിച്ചു. പൊൻകുന്നം ടൗണിൽ പ്രവർത്തകർ മെഴുകുതിരി തെളിയിച്ച് ദീപാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന് അനുശോചന പ്രഭാഷണം നടത്തി. സനോജ് പനക്കൽ, CG രാജൻ, TK ബാബുരാജൻ, ലൂസി ജോർജ്, ശ്യാം ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. പാവങ്ങളുടെ ഡോക്ടർ എന്ന പേരിൽ സാധാരണക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ച പൈക പുതിയിടം ആശുപത്രി ഉടമ ഡോക്ടർ ജോർജ് മാത്യു പുതിയിടം അന്തരിച്ചു. ഏറെ നാളായി ക്യാൻസർ രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. രോഗികളുമായി വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ഒട്ടേറെ പേർക്ക് സൗജന്യ ചികിത്സയും ഇദ്ദേഹം ലഭ്യമാക്കിയിരുന്നു. വോളിബോൾ താരമായിരുന്ന ഡോക്ടർ ജോർജ് മാത്യു ജിമ്മി ജോർജിനൊപ്പം മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. 50 വർഷത്തിന് ശേഷം വിൻസെൻഷ്യസ് ഒത്തുകൂടി. പാലാ സെന്റ് വിൻസെന്റ് ഇംഗ്ലീഷ് LCയിലെ 1975 ബാച്ച് വിദ്യാർത്ഥികളാണ് ഒത്തുചേർന്നത്. പാലാ സെന്റ് വിൻസെന്റ് ഇംഗ്ലീഷ് LC 1975 ബാച്ച് വിദ്യാർത്ഥികൾ വിൻസെൻഷ്യൻ 75 ഒത്തുകൂടി. അധ്യാപകരായ ഫാദർ ലുഡോവിക്, KL ഉലഹന്നാൽ, VJ തോമസ്, PA മാത്യു, ചെറിയാൻ പടവിൽ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു. 1975 ബാച്ചിലെ 64 പേരിൽ 45 പേർ കുടുംബസമേതം സംഗമത്തിൽ പങ്കെടുത്തു. മൈക്കിൾ മാത്യൂസ് കൊട്ടാരം, ബാബു ജോസഫ് അയ്യപ്പൻ പറമ്പിൽ, സണ്ണി ജോസഫ്, TJ തോമസ്, ജോസ് പാലാവിൽ, ജോസഫ് മൈക്കിൾ തോട്ടുങ്കൽ, സിറിയക് ക്രിസ്റ്റഫർ, തോമസ് തെക്കേൽ, ജേക്കബ് ജോർജ് കുത്തിവളച്ചേൽ, ജെയിംസ് വടക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം തിരുവാതുക്കലിലെ ഇരട്ട കൊലപാതകം പ്രതി അമിത് ഉറാങ്ങിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. കേസ് തിങ്കളാഴ്ച പരിഗണിക്കും. പൊൻകുന്നം സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ട് 2 ആഴ്ച. സെപ്റ്റിക് ടാങ്ക് അറ്റകുറ്റപ്പണിക്കായുള്ള മണ്ണെടുപ്പ് പാതി വഴിയിൽ. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ കടുത്ത ദുരിതത്തിൽ. പുതുപ്പള്ളി പള്ളിയിൽ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് ഈ മാസം 28-ന് കൊടിയേറും. മെയ് 5, 6, 7 തീയതികളിൽ പ്രധാന തിരുനാൾ. 6-ന് പൊന്നിൻ കുരിശ് സ്ഥാപിക്കും. 7-ാം തീയതി ചരിത്രപ്രസിദ്ധമായ റാസ. എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തിരക്കേറുന്നു. ആകർഷിച്ച് സപ്ലൈകോയുടെ സ്റ്റാൾ. മൺപാത്ര നിർമ്മാണവും ഹിറ്റ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.